രാജ്യാന്തര അവയവക്കടത്തിൽ അന്വേഷണം കൂടുതൽ മേഖലയിലേക്ക് ഇറാനിലുള്ള മലയാളിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ഈ പ്രതിയെ തിരികെ എത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും വിഷ്ണു പുതുശ്ശേരി ചേരുന്നു. വിഷ്ണു, ഓരോ ദിവസവും ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ അന്വേഷണം രാജ്യാന്തര തലത്തിലേക്കടക്കം വ്യാപിപ്പിക്കുമ്പോൾ എത്രത്തോളം ഊർജിതമായിട്ടാണ് ഈ അവയവക്കടത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത്? രാജ്യാന്തര അവയവക്കടത്തിൽ അന്വേഷണം കൂടുതൽ മേഖലയിലേക്ക് പോലീസ് വ്യാപിപ്പിക്കുകയാണ്. ഇറാനിലുള്ള മലയാളിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം നീക്കം തുടരുന്നു. ഈ പ്രതിയെ തിരികെ എത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് ഇറക്കും എന്നാണ് പുതിയതായി പുറത്തുവരുന്ന വിവരം. ഇതിനായി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റൊരു ഹൈദരാബാദ് സ്വദേശിയുമായി അന്വേഷണം ഊർജിതമാണ്. ഓരോ ഇടപാടിലും പ്രതികൾ 20 മുതൽ 30 ലക്ഷം വരെ ലാഭമുണ്ടാക്കിയെന്ന് വിലയിരുത്തലാണ് പോലീസ് നൽകുന്നത്. 5 വർഷം നടത്തിയ ഇടപാടിൽ പ്രതികൾ 4 മുതൽ 6 കോടി രൂപ വരെ നേട്ടം ഉണ്ടാക്കിയെന്നും കണ്ടെത്തലുകൾ പുറത്തു വരുന്നുണ്ട്. കേസിലെ മുഖ്യ പ്രതികൾ 4 പേരാണുള്ളത്. ഇതിൽ 2 പേരെയാണ് ഇനി അറസ്റ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അതിനിടെ രാജ്യാന്തര അവയവക്കടത്ത് അറസ്റ്റിലായ പ്രതി സജിത് ശ്യാമിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് അപേക്ഷ നൽകാൻ നീക്കം നടത്തുന്നു. 1-ാം പ്രതി സബിത് നാസറും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് പോലീസിന്റെ ഈ നീക്കം. അതേസമയം തമിഴ്നാട്, ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് നിലവിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ്. കേസിൽ കൂടുതൽ പ്രതികൾ അറസ്റ്റിലാകാനുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ. ശരി, രാജ്യാന്തര അവയവക്കടത്തിൽ അന്വേഷണം കൂടുതൽ മേഖലയിലേക്ക് വ്യാപിക്കുകയാണ്. ഇറാനിലുള്ള മലയാളിയെ കണ്ടെത്താൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി. ഈ പ്രതിയെ തിരികെ എത്തിക്കാൻ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം ഇറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും വിഷ്ണു പുതുശ്ശേരി.